കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകണം. ഇക്കാര്യത്തിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരമാണ്, ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കാനുള്ളത്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായ സംഭവം ഉണ്ടായ അപകടം ഗൗരവമേറിയതാണ് എന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിനോടും കർണാടക സർക്കാരിനോടും ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നു. നാളെ രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പൊതു താൽപര്യ ഹർജിയിലാണ് കർണാടക ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, സുപ്രീം കോടതിയെ പൊതു താൽപര്യ ഹർജിയുമായി സമീപിച്ചപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഈ അപകടത്തെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ ഇന്ന് സംഭവിച്ചത്? സുജയ, 2:30-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിച്ചത്. ജസ്റ്റിസുമാരായ കാമേശ്വർ റാവു ഒപ്പം CM ജോഷി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്കാണ് ഈ ഹർജി വന്നത്. സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രനാണ് ഈ ഹർജിയുമായി, പൊതു താൽപര്യ ഹർജിയുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനം. അപകടം ഗൗരവമേറിയതാണ് എന്നാണ് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഒപ്പം കേന്ദ്ര സർക്കാരിനോടും കർണാടക സംസ്ഥാന സർക്കാരിനോടും ഹൈക്കോടതി തൽസ്ഥിതി റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. നാളെ രാവിലെ കോടതി ആരംഭിക്കുന്നതിന് മുമ്പ് ഈ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം എന്ന കാര്യമാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പുരോഗതി കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സൈന്യം, NDRF തുടങ്ങിയ സേനകളെല്ലാം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. കരയിലും പുഴയിലുമായി തെരച്ചിൽ നടത്തുകയാണ് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത്. ഈ ഹർജിയിൽ നേരത്തെ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം, അതായത് 24 മണിക്കൂർ മുമ്പ് അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് ഇന്നലെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി. രാവിലെ ഇത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ വരികയും ചെയ്തു. തുടർന്നാണ് ഇത് അനുയോജ്യമായ ബെഞ്ചിൽ പരിഗണിക്കാൻ വേണ്ടി മാറ്റിയതും 2:30-ക്ക് പരിഗണിക്കണമെന്ന് കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയതും. ഇതനുസരിച്ചാണ് ഈ ഹർജി കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ജസ്റ്റിസുമാരായ കാമേശ്വർ റാവു ഒപ്പം CM ജോഷി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇതിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നാളെ രാവിലേക്കകം തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം കേന്ദ്ര സർക്കാരും ഒപ്പം കർണാടക സംസ്ഥാന സർക്കാരും തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്നാണ് കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ കർണാടക എന്തുകൊണ്ടാണ് ഒരു മെല്ലെപ്പോക്കുണ്ടാക്കിയത് എന്ന ചോദ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഈ പൊതുതാൽപര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുതാൽപര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലത്തെ കണക്ക് വെച്ചിട്ടാണ്. അതായത് 7 ദിവസമായി അർജുൻ എന്ന ലോറി ഡ്രൈവറെ കാണാതായിട്ട് ഇതിൽ ഈ രക്ഷാപ്രവർത്തനം എന്നത് ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഒട്ടും ആശാവഹമായ പുരോഗതിയിലുള്ള രീതിയിലല്ല നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യം ഇടപെടണം. അടിയന്തരമായി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഊർജിതപ്പെടുത്തുകയും വേണം. അർജുനെ എത്രയും വേഗം കണ്ടെത്തണം. കാരണം ഇത് മറ്റൊരു സംസ്ഥാനത്തു നിന്നുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് അത്രയും താല്പര്യമില്ലാത്ത രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിമർശനം ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ ഹർജി. ആ ഹർജിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് കർണാടക ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എന്തായാലും ഇതിൽ മറ്റ് പരാമർശങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അപകടം ഗൗരവമേറിയ ഒന്നാണ് എന്നാണ് കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ജസ്റ്റിസ് കാമേശ്വർ റാവുവിൻ്റേതാണ് ഇത്തരമൊരു നിരീക്ഷണവും. ഈ ഹർജി നാളെ രാവിലെ തന്നെ വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. ഇക്കാര്യത്തിൽ കർണാടക സർക്കാർ എന്ത് നിലപാട് അറിയിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും വ്യക്തമായ കാര്യം, കർണാടക ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും ഏകോപനത്തിൻ്റെ ചുമതലയിൽ നടക്കം പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് നാളെ ഹൈക്കോടതിയിൽ നൽകുന്നത് എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ച ഒരു കാര്യം, ഈ അപകടം ഏറ്റവും ഗൗരവം നിറഞ്ഞതാണ് എന്നാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ ഇന്ന് അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച മറുപടി കർണാടക ഹൈക്കോടതിയിൽ വിശദീകരിച്ചത്. തൽസ്ഥിതി റിപ്പോർട്ട്, അതായത് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ ഹർജി നാളെ വീണ്ടും രാവിലെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിനും കർണാടക സർക്കാരിനും കോടതി ഇപ്പോൾ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുൻ അടക്കമുള്ളവരെ കാണാതായ മണ്ണിടിച്ചിൽ, ആ അപകടം ഗൗരവമേറിയതാണ് എന്ന നിരീക്ഷണത്തോടുകൂടിയാണ് കർണാടക ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വളരെ കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. സുപ്രീം കോടതിയാണ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരനോട് നിർദ്ദേശിച്ചത്. ഇപ്പോൾ കേന്ദ്രവും റിപ്പോർട്ട് നൽകണം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ശ്യാം ദേവരാജ്
ജയരാജ് പങ്കുവയ്ക്കുന്നത്. ശ്യാം, ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ കൂടി വരുമ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗം വയ്ക്കുമെന്ന് കരുതിക്കൂടെ? ന്യായമായും സ്വാഭാവികമായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം സുജയ. കാരണം കോടതിയുടെ ഇടപെടൽ എന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യവും നിർണായകവുമാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കോടതി തന്നെ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ചോദിക്കുമ്പോൾ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ട് സർക്കാരുകളും വിശദീകരിക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഇക്കാര്യം തന്നെ ഇന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തൽസ്ഥിതി റിപ്പോർട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകുകയും ചെയ്യും. പക്ഷേ കർണാടക സർക്കാർ എന്ത് വിശദീകരണം നൽകുന്നു എന്നതാണ് നാളെ ഹൈക്കോടതിയിൽ മറുപടി നൽകുന്നു എന്നതാണ് പ്രധാനം. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുമ്പോൾ കർണാടക സർക്കാർ അറിയിക്കുന്നത് ഒരുപക്ഷെ കർണാടകത്തിന് വീഴ്ച പറ്റി എന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. ശ്യാം, അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഈ രക്ഷാദൗത്യം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഓരോ ദിവസത്തെയും തൽസ്ഥിതി റിപ്പോർട്ടോ അങ്ങനെയുള്ള വിവരങ്ങളോ ഒന്നും മാധ്യമങ്ങൾക്ക് പോലും ലഭ്യമാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ബ്രീഫിംഗ് നമ്മൾ കണ്ടിരുന്നില്ല. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകുമ്പോൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഇക്കഴിഞ്ഞ 8 ദിവസം എന്താണ് ചെയ്തത് എന്നത് കൃത്യമായും കർണാടക സർക്കാരിന് വ്യക്തമാക്കേണ്ടി വരും. ചീഫ് സെക്രട്ടറിയോട് പ്രധാനമന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നെങ്കിലും അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ, വിശദമായ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഇടപെടലിലൂടെയാണ് ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടത്. ഇപ്പോൾ പരാതിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്, അഡ്വക്കേറ്റ് സുഭാഷ്. അഡ്വക്കേറ്റ് സുഭാഷ്, ഇപ്പോൾ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്ന് കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ, അതായത് ഈ അപകടമുണ്ടായി 8 ദിവസമാകുമ്പോഴും ഇതുവരെ അവിടെ നടക്കുന്ന തെരച്ചിലിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ പരിശോധന നടത്തി എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബ്രീഫിംഗ് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ആദ്യ ബ്രീഫിംഗ് ആണ് താങ്കളുടെ ഹർജിയിലൂടെ സംഭവിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുൻപാകെ, അദ്ദേഹം ഗുൽബർഗ ബെഞ്ചിലാണുള്ളത്, ഇപ്പോൾ ബാംഗ്ലൂർ ബെഞ്ചിൽ അദ്ദേഹം ഇരിക്കുന്നില്ല, ഇന്ന് ഗുൽബർഗ ബെഞ്ചിലായിരുന്നു. അവിടെ രാവിലെ 10:30 ഈ ഹർജി മെൻഷൻ ചെയ്യുകയും ഇന്നലത്തെ സുപ്രീം കോടതി ഉത്തരവിനെ കുറിച്ച് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അദ്ദേഹം അടിയന്തരമായി 2:30 ബാംഗ്ലൂർ ബെഞ്ചിന് മുമ്പാകെ ഈ ഹർജി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. തുടർന്ന് 2:30 ഇന്ന് ജസ്റ്റിസ് കാമേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഈ ഹർജി വന്നത്. ഇത് വന്നപ്പോൾ ഇത് വളരെ ഗൗരവമായ വിഷയമാണ് എന്നുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നൽകേണ്ടതുണ്ട്. ആ നോട്ടീസ് ഇന്ന് അയച്ചു. അടിയന്തരമായി നാളെ രാവിലെ തന്നെ സംസ്ഥാനത്തോട് ഈ വിഷയത്തിനകത്ത് ശിരൂർ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇന്നലെ ഹൈക്കോടതിയിൽ നമ്മൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, കർണാടക ചീഫ് ജസ്റ്റിസ് വിഷയം ഉടനടി പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നു. ഇത് കർണാടക ഹൈക്കോടതി പരിഗണിക്കേണ്ട വിഷയമാണ്. ചീഫ് ജസ്റ്റിസ് ഉടൻ പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇന്നതാണോ സംഭവിച്ചത്? സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ സർക്യൂട്ട് ബെഞ്ചിലാണ്, അദ്ദേഹം ഗുൽബർഗ ബെഞ്ചിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ബെഞ്ചായ ബാംഗ്ലൂർ ബെഞ്ചിനകത്തുള്ള തൊട്ടടുത്ത സീനിയർ മോസ്റ്റ് ജഡ്ജായ ജസ്റ്റിസ് കാമേശ്വർ റാവുവിന്റെ ബെഞ്ചിന് അദ്ദേഹം ആ ഹർജി പരിഗണിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയായിരുന്നു കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അതിന്റെ അടിസ്ഥാനത്തിൽ 2:30 ഇന്ന് ഹർജി പരിഗണിക്കുകയും തുടർന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ തൽസ്ഥിതി റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അവർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടും ഇത്തരത്തിലുള്ള സൈന്യത്തിന്റെയും അവിടെ കണ്ടെടുത്ത ബോഡികളുടെ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള നമ്മളൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ കോപ്പി നമുക്ക് ലഭ്യമായിട്ടില്ല. അത് കോടതിയിൽ അവർ സമർപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കർണാടക സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ ഈ കേസിന്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഈ തൽസ്ഥിതി റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, 2 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിഷയമാണ്. താങ്കളുടെ ഹർജിയിലും അങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. 2 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന, കാരണം കേരളത്തിലുള്ള ഒരാൾ കർണാടകയിൽ പോയി ലോഡ് എടുത്ത് വരുമ്പോഴാണ് ഈ അപകടത്തിൽ പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ കോടതിയുടെ ഇടപെടൽ ഗുണകരമാകും എന്ന് നമുക്കറിയാം. ആ രീതിയിലുള്ള ഒരു ഇടപെടലാണോ കോടതിയിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയത്? സ്വാഭാവികമായും നമ്മൾ നേരത്തെ സുപ്രീം കോടതിയിൽ കേരളം കൂടി പാർട്ടിയായിരുന്നു. അതേസമയം കർണാടകയിൽ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ ഫയൽ ചെയ്ത ഹർജിക്കകത്ത് കേരള സംസ്ഥാനത്തെ പാർട്ടിയാക്കിയിട്ടില്ല. കാരണം സ്വാഭാവികമായും അത് ഈ പ്രോസസ്സിന് ഡിലേ വരുത്തും എന്നുള്ളത് കൊണ്ട് കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ വരാനും അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മറുപടി ലഭിക്കാനും ഒക്കെ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാത്രമാണ്, കർണാടക സർക്കാരുകൾ മാത്രമാണ് നമ്മളിതിനകത്ത് പാർട്ടിയാക്കിയിട്ടുള്ളത്. കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിക്കകത്ത് സ്വാഭാവികമായും ഈ 8 ദിവസത്തെ വലിയൊരു നിസ്സംഗത, വലിയ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുള്ള വലിയൊരു നിസ്സംഗത ഉണ്ടാകുന്ന സമയത്താണ്
ഞങ്ങൾ കോടതിയിൽ പോകാൻ വേണ്ടി നിർബന്ധിതമാകുന്നത്. കോടതിയുടെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, അത് കുറച്ചുകൂടി കൃത്യമായി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് മലയാളിയായ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലെ ആദ്യഘട്ടത്തിലെ ആലസ്യം നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ അവിടെ എത്തുകയും ഒപ്പം മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴാണ് സമ്മർദ്ദം കൂടുന്നത്, നേതാക്കളടക്കം അവിടെ എത്തുന്നത്. താങ്കൾ ഈ പൊതുതാൽപര്യ ഹർജിയുമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് എപ്പോഴാണ്? അതിന് താങ്കൾക്കൊപ്പം നിന്നത് ആരൊക്കെയാണ്? സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവർത്തനങ്ങൾ മറ്റ് മാധ്യമ പ്രവർത്തകരെ പോലെ, കേരളത്തിനകത്തെ മറ്റ് ആളുകളെ പോലെ തന്നെ ഞാനും ഇത് ആദ്യത്തെ 3-4 ദിവസം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ബുധനാഴ്ചയൊക്കെയാണ് ഇക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെയുമായി സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഇത്തരത്തിലുള്ള NDRF പോലെയുള്ള സംഘത്തിന്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടാകുമെന്നും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും കാത്തിരുന്നത്. കാരണം നമ്മളെല്ലാം കണ്ടു പരിചയിച്ചിരിക്കുന്ന ഒരു രക്ഷാപ്രവർത്തന രീതിയുണ്ട്. അപ്പോൾ ആ വിശ്വാസം സർക്കാരിനകത്തും നമ്മുടെ അഡ്മിനിസ്ട്രേഷനകത്തും വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 3 ദിവസം വീണ്ടും കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു 6 ദിവസമായിട്ടും ഇക്കാര്യത്തിനകത്ത് ഒരു തീരുമാനം വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തനം വരുന്നില്ല. ആ ഗോൾഡൻ അവർ മുഴുവൻ പാഴാക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് പിന്നീട് ഇനി ഇത് ഉണ്ടാകരുത്, ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായ ഒരു പ്രോട്ടോകോൾ വേണം, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണം, ചട്ടങ്ങൾ വേണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ്. അർജുനെ രക്ഷിക്കുന്നതോടൊപ്പം നാളെ മറ്റൊരു അർജുൻ ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവന് ഒരു അപകടത്തിനകത്ത് ഒരാൾ കൊല്ലപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊലയ്ക്ക് കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ അവസരം ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യസമയത്ത് ചെയ്യാതെ അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ, ജസ്റ്റിസ് ചിദംബരേഷിനെ പോലെയുള്ള കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഇപ്പോൾ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ചിദംബരേഷ് സാറിനെ പോലെയുള്ള ആളുകൾ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം എന്നോട് വെക്കുകയും തുടർന്നാണ് ഞങ്ങൾ ഈ കാര്യം അടിയന്തരമായി ഞായറാഴ്ച തന്നെ ഹർജി ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഞായറാഴ്ച ഹർജി ഫയൽ ചെയ്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ അത് മെൻഷൻ ചെയ്തു. അദ്ദേഹം അത് തിങ്കളാഴ്ച തന്നെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകി. ഇന്നലെ ആ ഹർജി ലിസ്റ്റ് ചെയ്യുകയും തുടർന്നാണ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് ഒരു 12:30 സുപ്രീം കോടതി ഇന്ന് ഒരു ഉത്തരവ് വരുമ്പോൾ ഞങ്ങൾ 1:30 തന്നെ കർണാടക ഹൈക്കോടതി ഇക്കാര്യം മെൻഷൻ ചെയ്തു. തുടർന്ന് ഹർജി ഞങ്ങൾ അവിടെ ഫയൽ ചെയ്തു. വൈകുന്നേരത്തിന് മുൻപായി തന്നെ ഹർജി ഫയൽ ചെയ്തു. ഇന്ന് അത് വീണ്ടും രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ ഞങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉദ്യോഗസ്ഥ വൃന്ദരും എല്ലാം നിസ്സംഗമാവുന്ന സാഹചര്യത്തിൽ നമുക്ക് പിന്നെ സമീപിക്കാനുള്ളത് നീതിന്യായ കോടതികളാണ്, നമ്മുടെ ഭരണഘടനാ കോടതികളാണ്. ആ കോടതികളെ സമീപിച്ചുകൊണ്ട് ആ നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്നത് പോലെ, അണ്ണാൻ കുഞ്ഞും തണ്ണാലായതെന്ന് പറഞ്ഞതുപോലെ കിട്ടുന്ന വിവരങ്ങൾ അത് രക്ഷാപ്രവർത്തകരെയും ഒപ്പം സൈന്യത്തെയും അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങൾ, ഈ അപകടത്തിന്റെ വിവരങ്ങൾ, അതൊക്കെയാണ് നമ്മൾ തത്സമയം നൽകിക്കൊണ്ടേയിരിക്കുന്നത്. താങ്കളും ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് താങ്കൾക്ക് അതേക്കുറിച്ച് കുറച്ചുകൂടി നന്നായി അറിയാമല്ലോ. അപ്പോൾ 8ാമത്തെ ദിവസമായി 16-ാം തീയതി രാവിലെ 8:45 ലാൻഡ് സ്ലൈഡാണ്. അതിൽ ആദ്യ ദിവസങ്ങളിലൊന്നും ഈ ബന്ധുക്കളും അല്ലെങ്കിൽ ലോറി ഉടമയും ഒക്കെ ചെന്ന് പറയുമ്പോൾ അവിടെ വലിയ രീതിയിൽ തെരച്ചിൽ നടന്നില്ല എന്നത് താങ്കൾക്ക് കൂടി ബോധ്യപ്പെട്ട കാര്യമല്ലേ? സ്വാഭാവികമായും ആദ്യത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സ്വാഭാവികമായ സമയം നമുക്ക് നൽകണം. പക്ഷെ ആ സ്വാഭാവികമായ സമയം അസ്വാഭാവികമായി മാറുകയും അസ്വാഭാവികമായ ഒരു നീണ്ട സമയമായി മാറുന്ന സമയത്ത് ഈ തീരുമാനം എടുക്കേണ്ട ആളുകൾ, ഈ നഷ്ടപ്പെട്ട ആളുകളെല്ലാം മരിച്ചുപോയി എന്നുള്ള ഒരു വിധി എഴുതാൻ വേണ്ടി ഇവർ തയ്യാറാകുന്ന സമയത്ത് അങ്ങനെയല്ല. അപ്പൊ നമുക്കറിയാം ഈ അർജുന്റെ കേസിനകത്ത് തന്നെ ഭാരത് ബെൻസ് എന്ന് പറയുന്ന കമ്പനി പറയുന്നു അവരുടെ ക്യാബിനകത്ത് 11 ദിവസം വരെ സർവൈവ് ചെയ്യാനുള്ള ഓക്സിജൻ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 800 കിലോയിലധികം വരുന്ന ഭാരം അതിന്റെ മേൽ വീണാൽ പോലും തകരാത്ത രീതിയിലാണ് ക്യാബിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഈ അർജുന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു. ആ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരുന്നു എന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതർ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആയിരുന്നു എന്ന് അവർ പറയുന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ജീവിച്ചിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടത്തിനകത്ത് ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് അപകടം സംഭവിച്ച് മരണപ്പെട്ടു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അപകടത്തിനകത്ത് പെട്ട് രക്ഷാപ്രവർത്തനം നൽകാത്തതിന്റെ ഭാഗമായി അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്താത്തതിന്റെ ഭാഗമായി മരണത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടം കൊലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യമാണ്. നമ്മൾ അയാളെ ഒരു കൊലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഇനി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു അർജുനും ഇനി ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നിലവിൽ അർജുനെ രക്ഷിക്കാനുള്ള സാധ്യതകൾ മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം, രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതോടൊപ്പം നാളെ അർജുന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായ ഒരു പ്രോട്ടോകോളും അതിനാവശ്യമായ നടപടികളും അതിനാവശ്യമായിട്ടുള്ള സമ്മർദ്ദവും സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെയും മേൽ ഉണ്ടാകണം. അതിന് ജനങ്ങൾ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
വളരെ നന്ദി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചതിന്. പൊതുതാൽപര്യ ഹർജിയുമായി സുപ്രീം കോടതിയെയും അതിനുശേഷം സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ്. ഇപ്പോൾ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി 8ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, നാളെ എപ്പോഴായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? 24 മണിക്കൂറാണോ ഡെഡ് ലൈൻ? രാവിലെ 11 മണിക്കാണ് കോടതി നടപടികൾ, കർണാടക ഹൈക്കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത്. ഈ 11 മണിക്ക് മുമ്പേ ഇത് സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. കോടതി സ്വാഭാവികമായി ഇത്തരമൊരു തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ എന്തെല്ലാം നടപടി സ്വീകരിച്ചു എന്ന കാര്യം കർണാടക സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നാളെ വിശദീകരിക്കേണ്ടി വരും. കർണാടക ഹൈക്കോടതിയിൽ അവർ എന്ത് മറുപടി നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ സുജയ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് കോടതി ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്നതോടുകൂടി കൂടുതൽ ഊർജിതമായും കാര്യക്ഷമമായും ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു എന്ന കാര്യം എണ്ണി വിശദീകരിക്കേണ്ടിയും വരും. അക്കാര്യത്തിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതി അതിന്മേൽ രൂക്ഷമായ വിമർശനം ഉയർത്തുമെന്നത് തീർച്ചയാണ്. കാരണം ഇതൊരു മനുഷ്യൻ്റെ ജീവനാണ്, ഒരു മനുഷ്യ ജീവൻ്റെ പ്രശ്നമാണ്. ഒരു മനുഷ്യനെ കാണാതായിട്ട് ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഈ 8 ദിവസങ്ങളിൽ ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അർജുനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല, ഒരു സൂചന പോലും ലഭ്യമായിട്ടില്ല. അർജുൻ ഓടിച്ചിരുന്ന അല്ലെങ്കിൽ അർജുൻ ആ സമയത്ത് തങ്ങിയ വാഹനത്തെ പറ്റി പോലും സ്പെസിഫിക് ഡീറ്റെയിൽസ് കൊടുക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക്. ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ കാണാതായ ആളുകൾ, അതോടൊപ്പം തന്നെ ആ മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായ വലിയ അപകടം, അത് ഗൗരവമേറിയ അപകടമാണ് എന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്കാണ് കർണാടക ഹൈക്കോടതി ചേരുന്നത്. കോടതി ചേരുമ്പോഴേക്കും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം, തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം എന്നാണ് സംസ്ഥാന സർക്കാരിനോടും അതായത് കർണാടക സർക്കാരിനോടും സുപ്രീം കോടതിയോടും കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ്, തൽസ്ഥിതി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ അപകടമുണ്ടായ 16-ാം തീയതി രാവിലെ 8:45 മുതൽ 9ാമത്തെ ദിവസമാണ് നാളെയാകുമ്പോൾ അതുവരെയുള്ള സെർച്ചിന്റെ അടക്കം സെർച്ച് ഓപ്പറേഷൻസ്, റെസ്ക്യൂ മിഷൻ എങ്ങനെയായിരുന്നു, എവിടെയൊക്കെ തെരഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചു, അതിന്റെ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കില്ലേ കർണാടക സർക്കാരിന് നൽകേണ്ടി വരിക. ഇതുവരെ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള സെർച്ച് ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള ഔദ്യോഗിക റിലീസുകൾ ഉണ്ടായിട്ടുണ്ടോ ശ്യാം? അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും കർണാടക സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അത്തരം ഔദ്യോഗികമായ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. റെസ്ക്യൂ മിഷൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കും, അങ്ങനെ ആരോടും വിവേചനമില്ല എന്നായിരുന്നു ഇന്നലെ കർണാടക റവന്യൂ മന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയത്. പക്ഷേ കർണാടക സർക്കാർ, സംസ്ഥാന സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും തെരച്ചിലിൽ നിന്നുമൊക്കെ പിൻവാങ്ങുകയും ചെയ്തു. കാരണം ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഈ അപകടം നടന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ്, അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ അത്രയും കാര്യക്ഷമമായി നിരന്തരം വാർത്തകൾ നൽകിയതിനൊക്കെ ശേഷമാണ് കർണാടക സർക്കാർ ഇടപെട്ട് തുടങ്ങിയത്. അങ്ങനെ ഇടപെട്ട് തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് ഇത്ര വൈകി എന്നതാണ് കർണാടക സർക്കാർ നാളെ ഹൈക്കോടതിയിൽ മറുപടി പറയേണ്ടി വരുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യം, അല്ലെങ്കിൽ ആ ഉത്തരമാണ് കാത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും വൈകി, രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ വൈകി, ഒരു മനുഷ്യജീവൻ ഇത്രയും വിലയില്ല എന്ന് നാളെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നാൽ അത്തരമൊരു ചോദ്യത്തിൽ ഒട്ടും അസ്വാഭാവികതയില്ല. അത് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യവുമാണ്. കാരണം ഒരു സംസ്ഥാന ഭരണകൂടം അത്രത്തോളം അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വൈകിയിട്ടുണ്ട്, കാര്യക്ഷമമായി അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോയതുമില്ല. അതൊക്കെ തന്നെ നാളെ ആ തൽസ്ഥിതി റിപ്പോർട്ട് നൽകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വിശദീകരിക്കുമ്പോൾ പോലും ആ റിപ്പോർട്ട് ഒരു പൂർണ്ണമായ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സമഗ്രമായ റിപ്പോർട്ട് ഒരിക്കലും ആകണമെന്നില്ല. കാരണം ആ റെസ്ക്യൂ മിഷനിൽ സംഭവിച്ച വീഴ്ചകൾ എന്താണ് എന്ന് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി അറിയാം എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നാളെ കർണാടക ഹൈക്കോടതിയിൽ അവർ എന്ത് വിശദീകരണം നൽകുമെന്നത് ഏറ്റവും പ്രധാനവുമാണ്. ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഏത് ദിവസമാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറയേണ്ടി വരും. ഓരോ നിമിഷങ്ങളിലും, ഓരോ മിനിറ്റിലും, ഓരോ മണിക്കൂറിലും ഏതെല്ലാം രീതിയിലാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം, അന്വേഷണം, തെരച്ചിൽ ഒക്കെ മുന്നോട്ട് പോയത് എന്ന് കർണാടക സർക്കാർ വിശദീകരിക്കേണ്ടി വരും. എത്രാമത്തെ ദിവസമാണ് നേവി അല്ലെങ്കിൽ NDRF ഒക്കെ എത്തിയത്, അവർ എന്തൊക്കെ ചെയ്തു, ഏതെല്ലാം സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് എന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരും ഒപ്പം സംസ്ഥാന സർക്കാരും നാളെ കർണാടക ഹൈക്കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു ബെഞ്ചാണ്, ജസ്റ്റിസുമാരായ കാമേശ്വർ റാവു ഒപ്പം CM ജോഷി എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നത്. നാളെ രാവിലെ 11
തന്നെ ഈ ഹർജി പരിഗണിക്കും ലിസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് വ്യക്തമാക്കിയത്. കാരണം രാവിലെ തന്നെ ഈ റിപ്പോർട്ട് നൽകണമെന്നാണ് കർണാടക ഹൈക്കോടതി നേരത്തെ തന്നെ കർണാടക സംസ്ഥാന സർക്കാരിനോടൊപ്പം കേന്ദ്ര സർക്കാരിനോടും വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ ഹർജി പരിഗണിച്ചത് ഏത് ബെഞ്ചാണ്? രാവിലെ ഈ ഹർജിക്കാരനായ പൊതുതാൽപര്യ ഹർജിക്കാരനായ സുഭാഷ് ചന്ദ്രൻ നേരത്തെ സമീപിച്ചത് കൽബുർഗി ബെഞ്ചിനെയാണ്. അവിടെയാണ് കാരണം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനെ സമീപിക്കാനായിരുന്നു ഇന്നലെ സുപ്രീം കോടതി ഹർജിക്കാരന് നൽകിയ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചവരെയും ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നത് കൽബുർഗി ബെഞ്ചിലാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ കൽബുർഗി ബെഞ്ചിനെ സമീപിച്ചത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ പറഞ്ഞത് പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ച് ഏതാണോ ആ ബെഞ്ച് ഇത് പരിഗണിക്കും, ഉച്ചയ്ക്ക് 2:30 പരിഗണിക്കും എന്നതാണ്. കർണാടക ഹൈക്കോടതിയിലെ ഈ പരിഗണനാ വിഷയങ്ങൾ അനുസരിച്ച് പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നത് ബംഗളൂരു ബെഞ്ചാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ബംഗളൂരു ബെഞ്ചിലെ കോടതി രണ്ടാം നമ്പർ കോടതിയിലേക്ക് അത് എത്തുകയും ചെയ്തത്. അവിടുത്തെ ജഡ്ജിമാർ ജഡ്ജിമാരാണ്, അല്ലെങ്കിൽ രണ്ടംഗ ജഡ്ജിമാരുടെ കോടതിയാണ്. അത് ജസ്റ്റിസുമാരായ കാമേശ്വർ റാവു ഒപ്പം CM ജോഷിയും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്കാണ് 2:30 ശേഷം ഈ ഹർജിയുമായി ഹർജിക്കാർ എത്തുന്നതും അഭിഭാഷകർ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും ആ ഹർജി പരിഗണിച്ച് ഇതൊരു ഗൗരവതരമായ വിഷയമാണ് എന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ആ കർണാടക ഹൈക്കോടതി ഇതൊരു ഗൗരവതരമായ വിഷയമാണ് എന്ന് നിരീക്ഷിക്കുമ്പോൾ അതിനൊപ്പം തന്നെ അതേ നിലപാട് തന്നെ നാളെയും തുടരും, അല്ലെങ്കിൽ അതിന്മേൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നതും ഉറപ്പാണ്. ഈ ഹർജിയിൽ കോടതി കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് എന്നാൽ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിൻ്റെ റിപ്പോർട്ടാണ്, തൽസ്ഥിതി റിപ്പോർട്ടാണ്. ഈ നിമിഷങ്ങളിൽ ഇതുവരെയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് കർണാടക ഹൈക്കോടതി അറിയിക്കേണ്ടത്. ആ മറുപടിക്കായാണ് നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു റിപ്പോർട്ട് നൽകുമ്പോൾ കോടതി അത്തരമൊരു ചോദ്യം ഉന്നയിക്കുമ്പോഴെങ്കിലും ഇനിയും തിരച്ചിൽ കാര്യക്ഷമമായി നടക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം കോടതിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സംസ്ഥാന ഭരണകൂടം കൃത്യമായി മറുപടി നൽകേണ്ടി വരും. മറുപടി നൽകിയില്ലെങ്കിൽ അത് കോടതിയെ സംബന്ധിച്ച് കൂടി അത് വിമർശന വിധേയമായി കോടതി ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ കോടതിക്ക് വിമർശിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു അവസരമായി മാറും. അത്തരമൊരു അവസരം സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അതിന് നിന്നു കൊടുക്കുമോ, അതോ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു തീർക്കുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. നാളെ രാവിലെ 11 മണിക്കാണ് കർണാടക ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. പൊതുതാൽപര്യ ഹർജി കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ രക്ഷാദൗത്യത്തിൽ കർണാടക ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്ന് ഹൈക്കോടതിയിലെത്തിയത്. കോഴിക്കോട് സ്വദേശിയായ അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള രക്ഷാദൗത്യം ഗൗരവമുള്ള വിഷയം എന്നാണ് കർണാടക ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇരു സർക്കാരുകളും നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് നൽകണം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള രക്ഷാദൗത്യത്തിന്റെ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ കർണാടക ഹൈക്കോടതിയെ അറിയിക്കും. കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഉച്ചയ്ക്ക് 2:30 ഈ ഹർജി കോടതി എടുത്തത്. ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഇക്കാര്യം കർണാടക ഹൈക്കോടതിയിൽ നിങ്ങൾ അറിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് നിർദ്ദേശം നൽകുകയായിരുന്നു സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടലുണ്ടായിരിക്കുന്നു. കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം. അപകടം ഉണ്ടായത് എങ്ങനെ, അപകടത്തിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.